ദിസ്ന, ഇന്ന് SFI മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. SFIയുടെ കൂടെ പ്രതിഷേധം വന്നതിന് ശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്താമെന്ന് സമ്മതിച്ചത് പോലും. തീർച്ചയായും അനു, നേരത്തെ ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാറിലാണ് ഏറ്റവും കൂടുതൽ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഇല്ല എന്നൊരു കാര്യമാണ്. എന്നാൽ ഇന്നലെ ഔദ്യോഗികമായി SFI കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുമെന്നൊരു പ്രഖ്യാപനം നടത്തിയതോടെ അടുത്ത ദിവസം തന്നെ ഇത്തരത്തിലൊരു ചർച്ച നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായി എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഭരണപക്ഷത്തിനെതിരെ ഇടതുപക്ഷത്തിലുള്ള ഒരു സംഘടന പ്രത്യക്ഷത്തിൽ സമരവുമായി രംഗത്തെത്തുന്നു. ഇതിനെതിരെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുന്നു. ഇത് ഭരണപക്ഷത്തിന് തന്നെ വലിയൊരു പിടിപ്പുകേടായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഘട്ടത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പുതിയ നീക്കം എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. +1 സീറ്റ് ക്ഷാമവുമായി ബന്ധപ്പെട്ട് 32,432 പേരാണ് മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും അഡ്മിഷൻ ലഭിക്കാതെ, പ്രവേശനം ലഭിക്കാതെ നിൽക്കുന്നത് എന്നൊരു വിവരമാണ് നമുക്ക് നിലവിലുള്ള കണക്കുകൾ പ്രകാരം അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സംഘടനകളൊക്കെ തന്നെയും രംഗത്തെത്തിയ ഒരു സാഹചര്യമുണ്ട്. MSF അടക്കം, KSU അടക്കം, ABVP അടക്കം നിരവധി വിദ്യാഭ്യാസ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയിലും ഇത്തരത്തിലുള്ള KSUവിന്റെ ABVPയുടെ അടക്കം പ്രതിഷേധ പരിപാടികൾ ഉണ്ടായിരുന്നു. നൈറ്റ് മാർച്ച് അടക്കമുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ +1 സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് SFI നേരിട്ട് സമരരംഗത്തേക്ക് എത്തുന്നത്. ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഭരണപക്ഷത്തിന് ഉണ്ടാകുന്നത് എന്നൊരു വിലയിരുത്തൽ കൊണ്ടായിരിക്കാം വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറായത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്.